ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദൈവമാതാവിന്റെ ശുദ്ധവും അനുഗ്രഹീതവുമായ ജീവിതം അനുസ്മരിച്ചുകൊണ്ടുള്ള ഈ ശുനോയ നോയമ്പിൽ ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം രണ്ടാം ഹൗവ എന്നതാണ്. സഭാപിതാക്കന്മാർ പരിശുദ്ധ ദൈവമാതാവിനെ രണ്ടാം ഹൗവ എന്ന് വിശേഷിപ്പിക്കുന്നതായി നാം കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിശേഷണം? നമുക്ക് പരിശോധിക്കാം. ഹൗവ എന്ന വാക്കിന്റെ അർത്ഥം ജീവനുള്ള എല്ലാവരുടെയും മാതാവ് എന്നതാണ്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ആദിമപുരുഷനായ ആദം തന്റെ ഭാര്യയ്ക്ക് ഹൗവ എന്ന് പേരിട്ടുവെന്നും ഇവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവ് എന്നും എഴുതിയിരിക്കുന്നതായിട്ട്. ദൈവം സൃഷ്ടിച്ച മനോഹരമായ ഏദൻ തോട്ടത്തിൽ ആദാമിനും ഹൗവയ്ക്കും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ദൈവസാന്നിധ്യത്തിലായിരിക്കുവാനും അവിടത്തോടുള്ള കൂട്ടായ്മയിലായിരിക്കുവാനും അവർക്ക് ഭാഗ്യം ലഭിച്ചിരുന്നു. എങ്കിലും ഒരു കൽപ്പന മാത്രം ദൈവം അവർക്ക് നൽകി. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം ഭക്ഷിക്കരുത് എന്നതായിരുന്നു ആ കൽപ്പന. എന്നാൽ സാത്താന്റെ പ്രലോഭനത്തിന് വഴങ്ങി ഹൗവ തന്റെ ആഗ്രഹങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും ദൈവവചനത്തെ സംശയിക്കുകയും ദൈവകൽപ്പന ലംഘിക്കുകയും ചെയ്തു. വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചതിലൂടെ പാപവും മരണവും ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയും മനുഷ്യരാശിയിലേക്ക് കടന്നു വന്നു. എന്നാൽ നൂറ്റാണ്ടുകൾക്കിപ്പുറം നസ്രത്തിലെ എളിയ കന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ അടുക്കിലേക്ക് ദൈവദൂതനെ അയച്ചുകൊണ്ട്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ രക്ഷാപദ്ധതി അവളെ അറിയിച്ചപ്പോൾ അവൾ അത് തന്റെ ജീവിതത്തിൽ ഇനി വരുത്താൻ പോകുന്ന മാറ്റങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ സമൂഹം ഇനി തന്നെ എങ്ങനെ നോക്കിക്കാണും എന്നതിനെ പറ്റിയൊന്നും ആകുലപ്പെട്ടില്ല. മറിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ അവൾ പറഞ്ഞു, ഇതാ ഞാൻ നിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന്. ഈ പൂർണ്ണ അനുസരണത്തിലൂടെ ലോകത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തു മനുഷ്യനായി അവതരിക്കുന്നതിന് ദൈവം പരിശുദ്ധ മറിയത്തെ ഉപാധിയാക്കി. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിന് അവൾ ജന്മം നൽകി. ഇവിടെയാണ് ആദ്യ ഹൗവയും രണ്ടാം ഹൗവയും തമ്മിലുള്ള വലിയ വ്യത്യാസം. ആദ്യ ഹൗവ സ്വന്തം ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ദൈവവചനത്തെ സംശയിച്ചപ്പോൾ, രണ്ടാം ഹൗവയായ പരിശുദ്ധ മറിയം ദൈവവചനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചു. ആദ്യ ഹൗവ ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ രണ്ടാം ഹൗവ ദൈവഹിതം പൂർണ്ണമായും അനുസരിച്ചു. ആദ്യ ഹൗവയുടെ അനുസരണക്കേടിലൂടെ പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ രണ്ടാം ഹൗവയായ പരിശുദ്ധ മറിയത്തിന്റെ അനുസരണത്തിലൂടെ ദൈവത്തിന്റെ രക്ഷാപദ്ധതി വെളിപ്പെടുകയും ലോകത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തു മനുഷ്യനായി അവതരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ ദൈവമാതാവിനെ രണ്ടാം ഹൗവ എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനം കേൾക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ദൈവഹിതത്തിനും നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾക്കും ഇടയിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ട സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നാം സ്വയം ഒന്ന് പരിശോധിക്കണം, ഞാൻ തിരഞ്ഞെടുക്കുന്നത് നിന്റെ ഇഷ്ടമാണോ അതോ ദൈവഹിതമാണോ? ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഞാൻ സമയം കണ്ടെത്തുന്നുണ്ടോ? ദൈവവചനം എന്റെ ജീവിതത്തിന് വഴികാട്ടിയാണോ? സുനോയ നോയമ്പ് വെറും ഭക്ഷണം ഉപേക്ഷിക്കുന്നതിന്റെ മാത്രം കാലമല്ല, എന്നാൽ നമ്മുടെ അഹങ്കാരവും സ്വാർത്ഥതയും പാപ സ്വഭാവവും ഉപേക്ഷിച്ച് ആത്മീയമായി വളരുവാനുള്ള ഒരു അനുഗ്രഹീതമായ കാലമാണ്. പരിശുദ്ധ ദൈവമാതാവ് നമ്മളെ പഠിപ്പിക്കുന്നത് വിനയമാണ്. അവൾ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുവാനാണ്. എല്ലാം മനസ്സിലാകാതിരുന്നാലും ദൈവത്തിന്റെ പദ്ധതിയിൽ വിശ്വസിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ഈ സുനോയ നോയമ്പിൽ നമുക്കും പരിശുദ്ധ ദൈവമാതാവിന്റെ വിനയവും അനുസരണവും വിശ്വാസവും മാതൃകയാക്കാം. നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് പകരം ദൈവഹിതത്തിന് പ്രാധാന്യം നൽകുവാൻ പഠിക്കാം. ക്ഷമിക്കേണ്ടവരെ ക്ഷമിക്കാം, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാം. പ്രാർത്ഥനയിലും ദൈവവചന വായനയിലും കൂടുതൽ സമയം ചെലവഴിക്കാം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വാസതയോടെ നിറവേറ്റാം. പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയാൽ ദൈവഹിതത്തിൽ വിധേയരായി ജീവിക്കുവാൻ ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.